നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്ന 2 പ്രാണായാമത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നല്ല സമ്മറാണല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന 2 പ്രാണായാമങ്ങൾ, ശീതളി പ്രാണായാമവും സിൽക്കാരി പ്രാണായാമവും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് കൂളാക്കുവാൻ സാധിക്കുന്നു. അത് ഒട്ടനവധി ബെനിഫിറ്റ്സുകൾ വേറെ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് ശീതളി പ്രാണായാമം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ശീതളി പ്രാണായാമം ചെയ്യാനായിട്ട് നമ്മുടെ നാക്കുകൾ ഫ്രണ്ടിലേക്ക് മാക്സിമം പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അത് ചുരുട്ടി ഒരു ട്യൂബ് പോലെ ആക്കിക്കൊണ്ട് അതിലൂടെ നമ്മൾ ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്ത ശേഷം വായുകൾ അടച്ച് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയെന്ന് നോക്കാം. കണ്ടോ? ഇതുപോലെ തന്നെ നാക്കുകൾ മാക്സിമം പുറത്തേക്ക് തള്ളുക. എന്നിട്ട് 2 സൈഡിൽ കൂടി ചുരുട്ടി ഒരു ട്യൂബ് പോലെ ആക്കുക. എന്നിട്ട് അതിലൂടെ ഇൻഹലേഷൻ ചെയ്യുക. മാക്സിമം ഇൻഹലേഷൻ ചെയ്തിട്ട് നാക്കുകൾ അകത്തേക്ക് എടുത്ത് ചുണ്ടുകൾ അടച്ച് സാവധാനം മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. സംശയമില്ലല്ലോ. അപ്പോൾ നാക്കുകൾ നമുക്ക് മടക്കി ട്യൂബ് പോലെ ആക്കി അതിലൂടെ ഇൻഹലേഷൻ ചെയ്ത് വീണ്ടും വായുകൾ അടച്ച് സാവകാശം മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. ഇത് നമുക്കൊരു 10 തവണ ആദ്യം ചെയ്യാം. അതിനിട്ട് 15 ടൈംസ് ചെയ്യാം. 60 ടൈംസ് വരെയൊക്കെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാവർക്കും ചെയ്യാൻ പാടായിരിക്കാം. ചിലപ്പോൾ നാക്ക് വളക്കാനൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പലവരെയും ചെയ്യുമ്പോൾ നാക്ക് വളക്കാൻ പാട് എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഇതേ എഫക്റ്റ് കിട്ടുന്ന വേറൊരു പ്രാണായാമമാണ് ശിൽക്കാരി പ്രാണായാമം. ശിൽക്കാരി പ്രാണായാമം ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ നാക്ക് പുറത്തേക്ക് തള്ളി നാക്കിൻ്റെ എൻഡ് മടക്കി അണ്ണാക്കിലേക്ക് തള്ളിപ്പിടിക്കുക. നാക്ക് മടക്കി അണ്ണാക്കിലേക്ക് തള്ളി വെച്ച ശേഷം പല്ലുകൾ രണ്ടും ചേർത്ത് പിടിച്ച വാ തുറന്ന് പിടിച്ചുകൊണ്ട് വായിലൂടെ ഇൻഹലേഷൻ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. നോക്കുക. മനസ്സിലായില്ലേ? നാക്ക് മടക്കി അണ്ണാക്കിൻ്റെ വായിലേക്ക് പിടിച്ചിട്ട് പല്ലുകൾ ചേർത്ത് പിടിച്ച് വാ തുറന്ന് വെച്ച് വായിലൂടെ ഇൻഹലേഷൻ ചെയ്യുക. മാക്സിമം ഇൻഹലേഷൻ ചെയ്ത ശേഷം മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. അപ്പോൾ ഈ പ്രാണായാമം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്. ഇപ്പോൾ ആസ്മക്കാർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ലോ BP-ക്കാർ ഇത് ചെയ്യാൻ പാടില്ല. ഈ കോൺട്രാഇൻഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ചെയ്താൽ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വിശപ്പിനെയും ദാഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. ശരീരം മൊത്തത്തിൽ കൂളാവുന്നു. ശരീരത്തിന് കൂൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ജലദോഷം അതുപോലെ പനി ഇതൊക്കെ വരാതിരിക്കാനും ഇത് സ്ഥിരമായി ചെയ്താൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വല്ല ടൂറൊക്കെ മൂന്നാറോ അതുപോലെ തന്നെ പൊന്മുടിയിലൊക്കെ ടൂർ പോവുകയാണെങ്കിൽ ഈ തണുപ്പ് ക്ലൈമറ്റിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. തണുപ്പ് ക്ലൈമറ്റിൽ ഇത് ചെയ്താൽ നമുക്ക് കോൾഡും പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് സമ്മറിൽ ചെയ്യുന്ന ഒരു പ്രാണായാമമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉപകാരപ്രദമായ എന്തെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് ടൈം ഞാൻ നല്ലൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമസ്തേ.